ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ വെറൈറ്റി ആയ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് എന്താണ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വലിയൊരു വനമാണ്, കൂപ്പിനകത്തൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഈ ആനയൊക്കെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആനയും പോത്തുമൊക്കെ ഉള്ള സ്ഥലമാണ്. എന്തായാലും നമ്മൾ പണ്ട് കാലങ്ങളിൽ സ്കൂൾ പഠന സമയങ്ങളിൽ കളിച്ച് നടന്ന സമയങ്ങളിൽ ഇപ്പം നിങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകുന്ന സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ വിളയിൽ ഈ സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളതുപോലെ തന്നെ വലിയ തുടലി ഉണ്ടായിരുന്നു. കളിച്ച് നടന്നതാണ്. നമ്മളൊക്കെ കിടന്നിറങ്ങിയ സാധനമൊക്കെയാണ് കേട്ടോ. പക്ഷെ എന്താണ് എന്നുള്ളത് കാണണമെങ്കിൽ അവസാനം വരെ ഈ വീഡിയോ കാണും. ഇതൊക്കെ പുറത്തൊക്കെ ചൂടിയിട്ടുണ്ട്. അപ്പം അവർ മൃഗങ്ങൾ പോണ റൂട്ടാണ് നമ്മൾ പോണേ, എങ്കിലും ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ട കാട്ടുപോത്തിൻ്റെ ഡമ്മി. പിന്നെ ആഹാരം കഴിച്ചാൽ അതിന് ഉപയോഗമൊന്നുണ്ട്. ഉണ്ടാക്കിയിരിക്കണം ആദ്യം വാങ്ങിക്കും. റോക്കി പിടിക്കാം, പക്ഷെ കമ്പ് നീ എന്തുണ്ടാ അതിൻ്റെ കൂടെ കയറി വന്നത്? യാശാട്ടിയെ എവിടെ പോയാലും കൂടെ കാണും. പോണേ ഇത് കണ്ട, അത് പോത്തിൻ്റെ, ഇത് കാട്ടുപോത്തിൻ്റെ. ഇത് ആന ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു. ഇവിടെ മധുരക്കീരയിലെ വനത്തിനകത്തും ഉണ്ടാടെ അല്ല, കഴിക്കുന്നതായിരിക്കും. വെള്ളമുള്ളതുകൊണ്ട് അറിയാം കേട്ടോ. വെള്ളമുള്ളതുകൊണ്ട് അറിയാം. വല്ല മൃഗങ്ങളുണ്ടെങ്കിൽ ഇതുവഴിയല്ലേ പോകാണ്ടാ സ്ഥിരം നടക്കുന്നത്. ഇതാണ് പോത്തിൻ്റെയും മറ്റു മൃഗങ്ങളുടെയൊക്കെ റൂട്ടാണ്. വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് പോകാനായിട്ട്. ഇടയ്ക്ക് ആന ഇറങ്ങിയിട്ട് ഈ റൂട്ട് പോയാണ് വന്നത്. ആന കിടക്കുന്ന സ്ഥലമാണ് ഏകദേശം ഈറക്കാടില്ലേ, ഈ ഈറക്കാടിൽ ആന കിടക്കുന്നതാണ്. അപ്പോൾ ഈ ആന എന്നും ഇറങ്ങും, മിക്ക ദിവസങ്ങളിലും കാണും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ വൈകിയാണ് പോകുന്നത്, അറിയാൻ പറ്റത്തില്ല. എങ്കിലും ശരി, ഞങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അതിൽ പോകണ്ടേ. അല്ലാണ്ട് ആനയുടെ പിന്തുണത്തിന് വെറുതെ തുടങ്ങി ചെറുതി പോയി കേട്ടോ. മഴ പെയ്ത് അല്ല, ആനയുടെ തന്നെ റോക്കി നല്ലൊരു പിടിയാണ് കേട്ടോ. ശ്രദ്ധിച്ചൊക്കെ പോ, ഇവിടെ കാടും കൂടെ. ഈ കാടാണ്. ഇതിനകത്ത് മിക്ക സമയങ്ങളിൽ ആന കിടക്കുന്നതാണ്. പക്ഷെ അവിടെ ഇറങ്ങി നമുക്ക് നോക്കാൻ പറ്റത്തില്ല. പോത്തൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി മിണ്ടാതെ പോകാം. ഈ വശത്തോടെ പോകാം. അവിടെ ഫാമിലുള്ള ആൾക്കാരല്ല പിന്നെയാണ്. ഇത് കണ്ടില്ല, ഇതെന്താണെന്നറിയാമോ? ഇതെന്താണെന്നറിയാമോ? പണ്ട് കാലങ്ങളിൽ അത്തിയും ചാളയും ഒക്കെ പൊതിഞ്ഞു കൊടുത്തിരുന്ന സാധനം ഉണ്ടായിരുന്നില്ലേ, കൂവയില എന്ന് പറയുന്ന വനത്തിനകത്തുള്ളത്. ഇത് പലർക്കും അറിയാമെന്നുള്ളതായിരിക്കും അല്ലേ, പലരും കണ്ടു കാണും. ഞങ്ങളുടെ സ്കൂൾ കാലങ്ങളിൽ ഇതൊക്കെ തന്നെയായിരുന്നു മീൻ വാങ്ങുന്നത്. ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കൊടുത്താണ് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്. ഞാനായിരുന്നില്ല, എന്നാലും പറയുന്നില്ല. എന്തൊക്കെ ശരിക്കുണ്ട് ഇവിടെ. നോക്കട്ടെ, അതിൻ്റെ അടിഭാഗത്തൊക്കെ നോക്കട്ടെ, ഈറല്ല അടിഭാഗത്ത് വല്ലതും ഉണ്ടാകുന്നു. അല്ല, അവിടെ ആന കിടക്കുന്ന സ്ഥലങ്ങളാണ് കണ്ട. ഇല്ല ഈ വഴി വളരെ ശ്രദ്ധിച്ചിറങ്ങിയിട്ടുണ്ട്. ഭയങ്കര കാട് തന്നെ കേട്ടോ. ഭയങ്കരമായ വനമാണ് ഇത്. ഇതായത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ കമ്പി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാണ്. അതുവരെ വനമുള്ളേ. ഇതിപ്പം ആദിവാസികളുടെ സ്ഥലമാണ്. ഈ ഭൂമി ഇതിനകത്തുള്ള ഈ ഇത്രയും വലിയൊരു കാടാണ് കേട്ടോ. കാടിനകത്താണെന്ന് പറഞ്ഞിട്ട് ആന റൂട്ടാണ്. ആന കഷ്ടിച്ചിട്ടേക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഉണ്ടാകുന്നുള്ളത്. ആന റൂട്ട് നോക്കാം, ഇറങ്ങി നോക്കാം. പോകുന്ന റൂട്ട് നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ പറഞ്ഞ സാധനം നിങ്ങളെ കാണിച്ചു തരണമല്ലോ അല്ലേ.
മോനെ ഇതൊന്ന് പിടിച്ചു വന്നാണ്. ഉം. ഇത് ആന നിരങ്ങിപ്പോയതാണ്. നിരങ്ങിപ്പോയി ചന്തിയൊക്കെ ഇടിച്ചേക്കാം. ചന്തിയൊക്കെ മാത്രമായിട്ടാണ്. ആന മാത്രമല്ല ഇവിടെ പോക്ക്. എല്ലാം ഉണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ അവസാനം വരെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന സാധനം പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. ഇത് കാണുന്നവരുടെ വിലയുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. ഒരു അതിശയപരമായ ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ മോളോട് അറിയുന്നു. ഇത് മുമ്പ് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം. അതാണ് ഈ സാധനം നന്നായിട്ട് അറിയാമെന്നുള്ളതും വിളയിലുണ്ടെങ്കിലും മുന്നേ കണ്ടിട്ടുള്ളവരൊക്കെ എന്തായാലും ഇത് കമൻറ്റ് ചെയ്യുക. അതിനെ വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് നമുക്കറിയത്തില്ല. നോക്കി വരുന്നത് കണ്ണിയൊക്കെ ചാണകം കൊണ്ടൊന്ന് പോയിട്ട് കഴിഞ്ഞു. വിളയാണ് കേട്ടോ. നമ്മളൊക്കെ ഒന്ന് കാണിച്ചില്ലേ, കാണിക്കും തന്നെയാണ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. കാരണം ഇവിടെ കാണാം. മുള്ളു മുള്ളു. അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? അതായത് ഇവിടെ നിന്ന് ഇറങ്ങട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം കാട്ടി തരുന്നത് കൊണ്ട് എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ദയവ് ചെയ്ത് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഞങ്ങളെത്തിയിട്ടുണ്ട്. അത് കാട്ടുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞേക്കാം. കാരണം അതിന് 2-3 കളറുണ്ട്. പൊടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു കളറ്, പിന്നെ പകുതി ഒന്ന് മുറ്റി വരുമ്പോഴത്തേക്ക് ഒരു മങ്ങിയ കളറ്, പൊടിച്ച് വരുമ്പോഴത്തേക്ക് അതിന് പച്ച കളറ്, മങ്ങി വരുമ്പോഴത്തേക്ക് ഒരു മാങ്ങ കളറ്, ഉണങ്ങുമ്പോഴത്തേക്ക് കച്ചിലിൻ്റെ കളർ. അങ്ങനെ നമ്മൾ ഒരു സാധനം തന്നെ 3 കളറിലൊക്കെ നമ്മൾ വെച്ച് കിടന്നിട്ടുണ്ട്. ഇതാണ് സാധനം. ഇത് അങ്ങ് വരെയുണ്ട്. ഒന്ന് കാട്ടിക്കൊടുത്തേക്ക് കണ്ടല്ലോ. സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല അങ്ങ് വരെ. കാരണം അങ്ങ് വരെ ചാല കണ്ടത് പോകാൻ പറ്റത്തില്ല. ഇനി ഇതൊന്ന് വലിച്ച് പിഴുതൊന്ന് കാട്ടിക്കൊടുക്കാം. ഇതെന്താണെന്നറിയുമോ? ഇതാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ട് ഉപയോഗിച്ചിരിക്കുന്ന പാ എന്ന് പറഞ്ഞാൽ പുൽപ്പ അല്ല, ഇതിനെ പുൽപ്പ എന്നാണ് പറയുന്നത്. ഒന്ന് നേരെ കാണിച്ചോണേ. കണ്ടല്ല, ഇപ്പം കഴിക്കേ. ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പുൽപ്പ. അപ്പോൾ ഇത് ഒരു സൈഡിൽ ഒരു കളറായിട്ട് കാണിക്കാം, ഇത് പച്ച കളറായിട്ട് കാണിക്കും. ഇത് നന്നായിട്ട് ആകുമ്പോഴത്തേക്കുള്ള കളറാണ്, മുറ്റി വരുമ്പോഴത്തേക്കുള്ള കളറാണ്. നല്ല അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ആക്കി കാണിക്കാം. ഈ കളറല്ലേ, കണ്ടാ വരുന്ന കളറുണ്ടാ, കാണാൻ പറ്റൂടാ അത്. ഇത് കണ്ട കളറ് ഇങ്ങനെയാണ് നമ്മൾ പുൽപ്പായ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ റിസ്ക് എടുത്ത് ഈ വനത്തിനുള്ളിൽ വന്നത്. ഇത് വിളയാണ്, ആൾക്കാരെ വിളയാണ്. ഇപ്പോഴും 2 വർഷം കൊണ്ട് ഇത്തിരി വനമായി പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ശരിക്കുണ്ട്. ഇതിൻ്റെ ഓടയും കാണണമെങ്കിൽ എന്നെ അടിക്കും കേട്ടോ. അതുകൊണ്ട് ഇത്രയും വലിയ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടെങ്കിൽ ഇത് കണ്ടോ. ഇത് ആനയുള്ളതാണ് കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. ഇത്തിരി വലിയ റിസ്ക് എടുത്ത് ഒന്ന് കാണിക്കുമ്പോഴത്തേക്ക് എന്തായാലും വീഡിയോ കാണാത്ത ആൾക്കാർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഒപ്പം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണല്ലോ ഇത്. കണ്ട ഈ പുൽപ്പ കാണാത്തവർക്ക് ഒന്ന് കാട്ടിക്കൊടുക്കുക. ഇത് കണ്ടല്ലോ. അതുപോലെ ഇത് ശരിക്കുണ്ട് തോന്നുന്നു. പിന്നെ ഇത് പുൽപ്പ ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമോ ഇവക്കൊക്കെ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കാട്ടിത്തരാം. ഇതങ്ങനെ ചെയ്ത് കാണിക്കാൻ പറ്റും. പുൽപ്പ ഉണ്ടാക്കുക ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മൾ സാധാരണ ഒരു ചെറ്റ ഉണ്ടാക്കും പോലെയാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് പുൽപ്പ ഉണ്ടാക്കി പോകുന്നത്. അത് കാണാൻ പറ്റുമോടാ? നമ്മൾ ഒരു പുൽപ്പ ഉണ്ടാക്കി പോകുന്നു. ഇപ്പോൾ നമ്മൾ നിന്നൊരു സെറ്റപ്പ് കാണിച്ചു കൊടുക്കണതാണ്. ഇത് ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും ചെയ്ത് കാണിക്കാൻ പറ്റും. ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തതും കാണാൻ പറ്റാത്തതൊന്നും ആരുമില്ല. ഇങ്ങനെ ചെയ്ത് അതുപോലെ ഓരോന്നുമായി കണ്ടാടാ. ഇനി ഇതിനെ അടിയിലാക്കിയിട്ട് ഇതിനെ എടുത്ത് മീതെ വയ്ക്കുക, പിന്നെ ഇതിനെ തടിയിൽ വയ്ക്കുക, അതിൻ്റെ മീതെ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ നിരത്തി ഇങ്ങനെ അടുക്കി ഇങ്ങനെ നിർത്തി ഇതിനെ ഇങ്ങനെ
വെച്ച് വരുമ്പോഴത്തേക്ക് അടിയിൽ ഇങ്ങനെ മറിച്ചും തിരിച്ചും വെച്ച് വന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ വേറെ ഒരെണ്ണം കൂടെ എടുത്ത് മുകളിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓല മുടയും പോലെ തന്നെയാണ് ഈ പായ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഒരു പായ ഉണ്ടാക്കി കാട്ടിത്തരാം. അത് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുവെങ്കിൽ മാത്രം, അല്ല വെറുതെ ഈ വനത്തിൽ വന്ന് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് മുളയാണ് കാണിക്കാനോ? പച്ചമുളയാണ്, അതിലേക്ക് കയറി പോവാണ്. ഇതിൽ തന്നെ പുൽപ്പാലം വണ്ടി കൂടെ തന്നെ പോവാം. പോകാൻ പറ്റുമോ? വെള്ളം ഉണ്ടല്ലോ അടിയിൽ. വെള്ളമുണ്ട്, നല്ല മഴ തോന്നില്ലേ? അടിയിൽ ചെളി ചെളി ചെളി. ഭയങ്കരമായി ചെളിയാണ്, പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് കാണാം. വീടിൻ്റെ കാലി വരും. അത്രേ ഉള്ളല്ലേ? ഇനിയിപ്പോൾ പോവാം. വേറൊന്നും കൂടെ കാട്ടിക്കൊടുക്കാമല്ലോ നമുക്ക്. ഇതൊക്കെയാണ് പുൽപ്പ. ഇവിടെ അതേ ഉള്ളൂ. ഇവിടെയൊക്കെ ഫുള്ളും വെള്ളം ചെളി. നമ്മളെ വെള്ളിച്ചക്കൻ പോയി കേട്ടാ. അവ എവിടെ പോയി? ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഇതുള്ളൂ, വേറെ എവിടെ ഇല്ല. ഇത് നല്ല വെള്ളം ഉണ്ടല്ലോ. വേറെ ഇത് നല്ല ഉണങ്ങിയതില്ലേ? ഇത് നല്ല ഉണങ്ങിയ പുൽപ്പ. നല്ല ഉണങ്ങി. ഈ പൂവൊക്കെ അറിയുന്നുണ്ട് അവർക്കൊക്കെ. സൂര്യപഴങ്ങാമ്പറ്റൊക്കെ ശരിക്കും ഞങ്ങളുടെ കാലത്ത് ശരിക്കും ഉണ്ടായിരുന്നു. ഈ വിളയിൽ ശരിക്കും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നു ശരിക്കും. തുമ്പപ്പൂ എന്നാണ്, പക്ഷേ തുമ്പപ്പൂ വേറെ ഉണ്ടാ. ഇതല്ല അത് നമ്മൾ പറയുന്നത് ഇതാണ്, പക്ഷേ വേറെ ഉണ്ട്. പച്ചമുള. പച്ചമുളയിൽ വേറെ കളർ മാറിയ മുളയും ഉണ്ട് കണ്ടോ. ഇതാണ് മുള, നാടൻ സാധനം. നാടൻ മുള. ഇതിപ്പോൾ എവിടെ നമ്മൾ കാര്യം ചെയ്യുന്നു? ഇനിയിപ്പോൾ അങ്ങോട്ട് പോവും. വീട്ടിൽ പോയിട്ട് കാര്യം, വീട്ടിൽ പോയിട്ടേ കാര്യം പറ്റും. എൻ്റെ കാര്യം ഇപ്പോൾ കറുകറയായിട്ടുണ്ട്. ഒന്നാമത് ഇതിപ്പോൾ ബാറിൽ പോയിട്ട് വന്നതുപോലെ ഉണ്ടല്ലോ. പോട്ട് മറ്റും തൈ കാണിച്ചു വിടുറാണ്. അതാ അവിടെ കയറുമ്പോൾ കാണാൻ പറ്റും. റോക്കി നോക്ക്. പോട്ട്. ഇത് കാട്ടിക്കൊടു. ഇത് മുളയുടെ തൈയാണ്. കണ്ടല്ലേ? ഇത് മുളയിലെ തൈ കണ്ട. അതിൻ്റെ മൂട് കാട്ടിക്കൊടു. മുളയിലെ തൈ അങ്ങോട്ടുണ്ട്. അത് മുളയൊക്കെ അങ്ങോട്ടുണ്ട്. ഫുള്ളും ചെളി, ദേഹം ഫുള്ളും നനഞ്ഞു. ഇതൊക്കെ പന്നിയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങൾ. നമ്മൾ കയറി പോയില്ലേ? ഇവിടെയൊക്കെ കാടെന്ന് വെച്ചാൽ കാട്. ഒരു സൗണ്ടൊക്കെ ഇട്ടുകൊണ്ട് കയറി പോയല്ലേ, നമ്മൾ കൊണ്ട് ഓടിപ്പോട്ട്. ഇതൊക്കെ മുളയാണ്. അത് മുള ഈ ഭാഗത്തേ ഉള്ളത്. ഇവിടെ ഇത്ര ഭാഗത്തേ ഉള്ളൂ മുളയൊക്കെ. എന്നെ അവിടെ പിടിച്ച് കയറണേ. ഇത് മുള്ളാണ്, അതുകൊണ്ട് തന്നെ അതിനൊന്ന് പിടിച്ച് വന്നേക്കെ. കാടെന്ന് പറ. പോട്ടെ കുഴപ്പമില്ല. മുള്ളു. ഞാനും പറ്റേ. റോക്കി നോക്കിയാലും കമ്പിനെ കൊത്തി തിന്നുണ്ടാക്കണം. ഉണങ്ങി ചുള്ളിനെ കൊത്തണത്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട്. ഞങ്ങളുടെ റോക്കി മോനാണ് കേട്ടാ. നമ്മളെ റോക്കി മോനെ കേട്ടോ. മോനാണോ മോനാണെന്നൊന്നും അറിയത്തില്ല. ഈ വീഡിയോ കണ്ടാരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. മോനാന്നൊക്കെ അറിയണമെങ്കിൽ അല്പം കൂടെ വലുതാകണം. ഇത് കൊണ്ടു കിടക്കുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല. കാക്കയ്ക്കും പൂച്ചയ്ക്കൊന്നും കൊടുക്കാതെ കൊണ്ടു കിടക്കുന്നതാണ്. ഒരു അതൊരു സ്വതന്ത്രനാണോ വിൽക്കാനോ വളർത്തുന്നത്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവനങ്ങ് വിട്ടേക്കും.
JCB ഇറങ്ങി ഇത്തിരി ഒന്ന് വഴി ഉണ്ടാക്കി തന്നുകൊണ്ട് അതുവഴി ഒന്ന് പോകാൻ പറ്റി. ഇല്ലെങ്കിൽ പോയി വരാൻ പറ്റില്ല. മേഖലയുണ്ട് കേട്ടോ, കാട്ടിൻ്റെ താര ഉണ്ട് എവിടെയാണ്? മേഖലയിൽ. ഇവിടെ വിറവിറക്കാൻ എന്തിനു വന്നിരിക്കും. അങ്ങനെയില്ല. ആ പൊത്ത്, ഈ ഒരു പൊത്ത് തേനെടുത്താണ് പൊത്ത, കാട്ടു തേൻ. ആരോ എടുത്തതാ, മുകളിൽ ആരാ ഉണ്ട് കേട്ടോ. മേഖല ആരോ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് തന്നെ പോയി. ആന ഇറങ്ങി കിടക്കണ സ്ഥലത്ത് കൂടെ തന്നെ പോവാം ഇനി വീണ്ടും. അവിടെ വഴിയുണ്ടാക്കി തന്നിട്ടില്ലേ നമുക്ക് പോകാനായിട്ട്. അച്ഛൻ പറഞ്ഞു ഒരു വഴി ഒന്നും വരത്തില്ല. ഈറ്റ ഇതൊക്കെ ആനപ്പിണ്ട. ഇതൊക്കെ ആന വന്ന് കറങ്ങിയിട്ട് പോയ സ്ഥലമാണ്. റൂട്ട് കൊള്ളാമോ? റൂട്ട് നല്ല ഇഷ്ടപ്പെട്ടാണ്. ഇത് മൊത്തം ഈറയാണ്. ഇവിടെ ഇതൊക്കെ ഈറ, ഫുള്ള് ഈറ. കാണിക്കൊടുത്തല്ലേ കെട്ടി വെച്ചിരിക്കുന്നത്. വെട്ടം കാട്ട് വെട്ടം തേനെടുത്തിരുന്നത് ഭയങ്കര വെട്ടം, ഭയങ്കര കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ ഈറയാണ്, വലിയ ഈറ. ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ആനയുടെ സ്ഥിരം വരുന്ന സ്ഥലം. ഇതൊന്ന് കണ്ടാൽ എങ്ങനെയാണ്? ഇതാണ് റൂട്ട്. അത് സ്ഥിരം വരുന്ന സ്ഥലമാണ്. എന്തോ അതുകൊണ്ടങ്ങ് സിഗ്നൽ ഇട്ടിട്ട് പോവുക കാട്ടിനകത്ത്. അതാണ് ഇത് കണ്ടടാ, ഒരു ചവിട്ടുന്ന പാദം ഒന്ന് കട്ടിയിട്ട്. ആന ചവിട്ടിയ പാതാണ്. ആന ചവിട്ടുന്ന പാദമാണ് ഇത്, കണ്ടല്ലേ? ഇതൊക്കെ ആന ഇറങ്ങിപ്പോയതാണ് അങ്ങോട്ട്. ഓ ഓ ഓ, എങ്ങനെയെങ്കിലും ഊരി പറക്കൊക്കെ വരാം. ഈറ ഈറ, ഇതെല്ലാം ഈറ. ഈറ്റ. കുറച്ചുകൂടെ പോവാം. ഇവിടെ നമ്മൾ വന്ന റൂട്ടിലോട്ടൊന്ന് ഉരട്ട്. ഇറങ്ങിയ സ്ഥലത്തിലല്ല നമ്മൾ കയറി വരുന്നത്.